ടെക് ബീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി നമുക്കും കിട്ടി ആപ്പിൾ എയർപോഡ്സ് പ്രോ. യെസ്, ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോഴേ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോഴേ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു സിമ്പിൾ ബോക്സിൽ തന്നെയാണ് പ്രോഡക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എയർപോഡ്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അൺബോക്സിങ് ചെയ്യുന്നത്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ബൈ കാലിഫോർണിയ. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്കൊക്കെയാണ് ഇതിന് ഫസ്റ്റ് ലഭിക്കുന്നത്. ദെൻ നമ്മുടെ കേസ് തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ USB Type-C to ലൈറ്റ്നിങ് കേബിൾ ആണ് വരുന്നത്. അപ്പോഴത് മാറ്റി വെക്കാം. ദെൻ ഇയർ ടിപ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് സ്മോള് അതുപോലെ തന്നെ ലാർജ് സൈസിലാണ് ഇയർ ടിപ്സ് വരുന്നത്. അപ്പോൾ മീഡിയം സൈസ് നമ്മുടെ കേസിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോഴേ നമുക്കിത് മാറ്റി വെച്ചിട്ട് കേസ് നോക്കാം. ഓ, സോ സാറ്റിസ്ഫൈങ് സൗണ്ട്. ഓക്കെ, അപ്പോഴേ ഇതാണ് ആപ്പിൾ എയർപോഡ്സ് പ്രോ ഗൈസ്. സോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓഹോ യാ, ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്തൊക്കെ അവർ കുറച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് പീസ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇയറിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓഹോ യാ, സീരിയസ്ലി ഇത് വെച്ച് കഴിഞ്ഞാൽ സംഭവം പുറത്തിലൊന്ന് നടക്കുന്നതൊന്നും കേൾക്കാൻ പറ്റൂല. ഓക്കെ, ഫസ്റ്റ് ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ കേസ് ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ അടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ആനിമേഷൻ കാണിക്കുന്നതായിരിക്കും. സോ അവിടെ ബാറ്ററി, നമ്മുടെ കേസിൽ എത്രയാണ് ബാറ്ററി പെർസെൻറ്റേജ് ബാക്കിയുള്ളത്, അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റിലും എയർപോഡ്സിൽ എത്രയാണ് ബാറ്ററി ബാക്കിയുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മുടെ ഇയർ ടിപ്സ് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഇതിലിപ്പോൾ മീഡിയം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇയർ ടിപ്സ് റിമൂവ് ചെയ്യാം. സോ അതേപോലെ നമുക്ക് ഫിക്സ് ചെയ്യാനും ഈസി തന്നെയാണ്. സോ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇയറിൽ വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് എടുക്കുക. അതിൽ നിങ്ങളുടെ എയർപോഡ്സിൻ്റെ അവിടെ ജസ്റ്റ് ബ്ലൂ കളർ ഐ കാർഡ് കാണുന്നതായിരിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് അവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കാം. ദെൻ അവിടെ പ്ലേ എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷന് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് പ്ലേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്ലേ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ലെഫ്റ്റും റൈറ്റും ഗുഡ് സീൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇയർ ടിപ്സ് കറക്റ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏത് സൈസാണോ നിങ്ങളിട്ട് യൂസ് ചെയ്ത് അത് നിങ്ങൾക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് നോയ്സ് ക്യാൻസലേഷന്. പക്ക പൊളി തന്നെയാണ് സംഭവം. ഇതിൽ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ട്രാൻസ്പെറൻസി മോഡും അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷനും ആണ്. അപ്പം ട്രാൻസ്പെറൻസി മോഡിലാണ് ഞാനിപ്പം കറൻറ്റ്ലി ഇട്ട് വെച്ചിട്ടുള്ളത്. സോ ട്രാൻസ്പെറൻസി മോഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എയർപോഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ നോയ്സ് ക്യാൻസലേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സീറോ തന്നെയാണ്. നമുക്ക് ഒന്നും കേൾക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ഇയറിൽ കോട്ടൺ വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റാണ്. അതായത് പക്ക ഒന്നും നമുക്കൊന്നും കേൾക്കാൻ വേണ്ടി പറ്റൂല. ഫുൾ അവിടെ ക്ലോസ് ചെയ്ത പോലെയാണുള്ളത്. ദെൻ വീണ്ടും ട്രാൻസ്പാരൻസി മോഡിലേക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കൺ ടിപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പഴയതുപോലെ നമുക്ക് ഇയർ ഹോളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നിൽക്കും. നമ്മൾ ഓട് അല്ലെങ്കിൽ ഇതാ കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ഇയറിന് അത് ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല, കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. ഇതാ
തലവേദന എടുക്കുന്നു. ഓക്കെ, സോ കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. ഇതാ ഒന്നും ഇതാവുകയും ചെയ്യില്ല. നമുക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് ഓടി എത്ര സ്പീഡിലാണ് നമുക്ക് ഓടാം, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കൺ ടിപ്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെവി നന്നായിട്ട് വേദന എടുക്കും. ഇതിലങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറച്ച് 1-2 ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ അൺബോക്സ് ചെയ്ത് 2 ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ സംഭവത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഡിസൈനിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈസ്, അതായത് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്, നേരെ ഹാഫായിട്ടാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 ബട്ടൺസ്, ഇത് ശരിക്കും ബട്ടൺസ് അല്ല, പക്ഷെ നമ്മൾ ഇയറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ടാപ്പ് ചെയ്യും, അതായത് പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബട്ടൻ്റെ ഒരു ഫീലാണ് നമുക്ക്, അതായത് ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇയർ കൂടി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സോങ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക, ലോങ് പ്രസ്, അതുപോലെ തന്നെ ഡബിൾ പ്രസ്, അങ്ങനത്തെ സംഭവമൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ സിറി എനേബിൾഡ് ആണ്. സൗണ്ടൊക്കെ പക്ക പൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി മോഡിലും അതുപോലെ നോയ്സ് ക്യാൻസലേഷനിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. സൗണ്ട് പക്ക പൊളി തന്നെയാണ്. അപ്പോൾ ഈ സിംഗിൾ ചാർജിൽ നമുക്ക് 4.5 മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 2 തവണയെങ്ങാനും കേസിൽ നമുക്ക്, അതായത് കേസിൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് 2 തവണ 3 തവണയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പഴയ എയർപോർട്ടായിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ കേസിൻ്റെ ഡിസൈനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയതിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ചെയ്യണതായിട്ട് വരുന്നുണ്ട്. എന്നാൽ പുതിയതിൽ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേസ് ഓപ്പൺ ചെയ്യേണ്ടത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സ്റ്റെമ്മിൻ്റെ സൈസും ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നേരെ ഹാഫായിട്ടാണ് ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പുതിയ എയർപോർട്സ് പ്രോയിൽ നമുക്ക് ഇയർ ടിപ്സ് കൊടുത്തത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ എയർപോർട്സിൽ കുറേ പേർക്ക്, അതായത് അവരുടെ ഇയർ ഹോളിന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലായിരുന്നു. അപ്പം അത് വെച്ചാൽ തന്നെ ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. സോ ഈ എയർ ടിപ്സ് കൊടുത്തത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,000 രൂപയാണ് വരുന്നത്. ഇനി ഈ സാധനം വേർത്തിട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്കിത് വേർത്തിട്ട് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് നോയ്സ് ക്യാൻസലേഷൻ. പക്ക പൊളി എന്ന് പറഞ്ഞാൽ പക്ക പൊളി തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് വേർത്തിട്ട് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സോ നിങ്ങൾ ജസ്റ്റ് ആരുടെയും കയ്യിൽ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.